അങ്ങനെ നീണ്ട വർഷത്തെ കാത്തിരിപ്പിന് ശേഷം സ്വപ്നതുല്യമായ ഫൈനലിലേക്ക് RCB പ്രവേശനം നേടിയിരിക്കുകയാണ്. പഞ്ചാബ് കിങ്സുമായി നടന്ന ഏകപക്ഷീയ മത്സരത്തിൽ 8 വിക്കറ്റിനായിരുന്നു RCBയുടെ വിജയം. 10 ഓവർ ബാക്കി നിർത്തി 106 റൺസ് ചേസ് ചെയ്യുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ടോസ് ലഭിച്ച് ആദ്യം ബൗൾ ചെയ്യാനുള്ള RCBയുടെ തീരുമാനം അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന രീതിയിൽ തുടങ്ങി. തുടക്കം തന്നെ ഇരു ഓപ്പണർമാരെയും പറഞ്ഞുവിട്ട മത്സരത്തിൽ ആധിപത്യം ഉറപ്പിച്ച RCB പിന്നീടങ്ങോട്ട് ചീട്ടുകൊട്ടാരം പോലെ പഞ്ചാബ് കിങ്സിനെ തകർത്തെറിയുകയായിരുന്നു. മത്സരത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും ആധിപത്യം ഉറപ്പിക്കാനോ ഒന്ന് ശബ്ദമുയർത്തി സംസാരിക്കാനോ പോലും പഞ്ചാബിന് സാധിച്ചില്ല. 26 റൺസ് നേടിയ മാർക്കസ് സ്റ്റോയിനസും 18 റൺസ് നേടിയ അസ്മതുള്ള ഉമർ സായുടെയും സ്കോറാണ് പഞ്ചാബിനെ 100 കടത്തിയത്. പ്രത്സിമ്രന് 18 റൺസ് നേടി. പ്രിയൻ ഷായ 7, ജോഷ് ഇംഗ്ലീഷ് 4, ശ്രേയസ് അയ്യർ 2, നിഹാൽ വധേര 8, ശശാങ്ക് സിംഗ് 3, ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങിയ മുഷീർ ഖാൻ 0 എന്നിവരാണ് ടോപ്പ് ഓർഡറിലെ നിറം മങ്ങിയ ബാറ്റർമാർ. RCB ബോളർമാർ തലങ്ങും വിലങ്ങും പഞ്ചാബിനെ ആട്ടിപ്പായിച്ചു. സുയാ ശർമ്മയും ഹേസൽവുഡും 3 വിക്കറ്റ് വീതം സ്വന്തമാക്കിയപ്പോൾ യശ് ദയാൽ 2ഉം ഭുവനേശ്വറും റൊമാരിയോ ഷെപ്പേർഡും ഓരോ വിക്കറ്റ് വീതമാണ് നേടിയത്. RCB ബോളേഴ്സിന്റെ അച്ചടക്കമാണ് മത്സരത്തിൽ ഏറെ നിർണായകമായത്. ചഹലിനെയും മാർക്കോ യാൻസനെയും ഇല്ലാതെ ഇറങ്ങിയ പഞ്ചാബിന് മറുപടി ബോളിംഗിൽ ഒന്ന് തലയുയർത്താൻ പോലും സാധിച്ചില്ല. വിരാട് കോഹ്ലിയെയും മയങ്ക് അഗർവാളിനെയും പുറത്താക്കിയെങ്കിലും ഫിൽ സോൾട്ടും പട്ടിത്തറും ചേർന്ന് RCBയുടെ ഫൈനൽ പ്രവേശനം ഉറപ്പാക്കുകയായിരുന്നു. മത്സരത്തിൽ ആധികാരികമായ വിജയം RCB നേടിയത് ആരാധകരെയും ശരിക്കും ഞെട്ടലാക്കിയിരിക്കുകയാണ്. സീസണിന്റെ ആദ്യ മത്സരം മുതൽ വിജയിച്ചു തുടങ്ങിയ RCB ഇപ്പോൾ ഫൈനലിൽ വരെ എത്തി നിൽക്കുന്നത് ആരാധകർക്കും ഒരു സർപ്രൈസ് തന്നെയാണ്. നീണ്ട ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് RCB ഒരു ഫൈനൽ പ്രവേശനം നേടുന്നത്. മുൻകാലങ്ങളൊക്കെ മികച്ച ടീമുണ്ടായിട്ടും അതെല്ലാം കോർത്തിണങ്ങി മുന്നോട്ട് കൊണ്ടുപോകാൻ RCBക്ക് സാധിക്കുമായിരുന്നില്ല. എന്നാൽ ഈ സീസൺ അതിൻ്റെ ഒരു വലിയ എക്സാമ്പിൾ തന്നെയാണ്. സീസണിന്റെ അവസാന മത്സരത്തിൽ ലക്നൌമായുള്ള 6 വിക്കറ്റിന്റെ വിജയമാണ് RCBക്ക് ക്വാളിഫയർ സാധ്യത ഉറപ്പിച്ചത്. അതിനുശേഷം പഞ്ചാബ് കിങ്സുമായുള്ള 8 വിക്കറ്റിന്റെ വിജയവും ഇപ്പോൾ ഫൈനലിൽ തൊട്ടരികെ വിജയത്തിനരികെ എത്തിച്ചിരിക്കുകയാണ്. സീസണിൽ നിറം മങ്ങിയ മത്സരങ്ങൾ RCBക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ അക്ഷരാർത്ഥത്തിൽ RCB ആറാടിയ സീസണാണെന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് RCB ബോളർമാർ കൃണാൽ പാണ്ഡ്യയും സുയാ ശർമ്മയും ഹേസൽവുഡും ഭുവനേശ്വറും യശ് ദയാലുമെല്ലാം തകർത്തെറിഞ്ഞ സീസണിൽ RCBക്കൊരു കിരീടം തന്നെയാണ് ആരാധകരും സ്വപ്നം കാണുന്നത്.